നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരടി? അത് ഒരു ഫ്രണ്ട് അമ്മ. ഹലോ ഹലോ, എവിടെയാ? ഞാൻ വീട്ടിലാ. എനിക്കൊന്ന് കാണണം. കാണാം. എന്താ കാര്യം? കാര്യമൊന്നുമില്ല, വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വിളിച്ചേ. അല്ല, പണത്തിന്റെ കാര്യം എന്തായി? കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. അല്പം താമസിക്കും. അത് റെഡിയാലോടെ ഞാൻ വിളിക്കാം. അതിന് മുമ്പൊന്ന് കാണണം. കാണാം. പുറത്തിറങ്ങുമ്പോ ഞാൻ വിളിക്കാം. ശരി. ആരടി? അത് എന്റെ ഒരു ഫ്രണ്ട് അമ്മ. ചേച്ചി, എന്താ ചെയ്ത്? ചൂടുവെള്ള സാറേ. അമ്മയ്ക്കൊരു കാലുവേദന, ഒന്ന് ആവി കൊടുത്താ മാറിക്കോളും, അതിനാ. എന്തോറ്റമ്മേ? ഒന്നുമില്ലടാ. അമ്മേ, പനിക്കുന്നുണ്ടല്ലോ. ചെറുതായിട്ടേ ഉള്ളൂ. നല്ല വേദനയുണ്ടോ അമ്മേ? അതെ, നീർക്കെട്ടിന്റെയാ. ആശുപത്രി പോണോ? ഏയ്, ഒന്നും വേണ്ട. ഇവളല്പം ആവി പിടിക്കുമ്പോ അതങ്ങ് മാറിക്കോളും. അതെ, നേരം വൈകുന്നു, പോകണ്ടേ? മോനെ, ഇത്തിരി ആവിയും കൊണ്ട് ഗുളികയും കഴിച്ചു കഴിയുമ്പോ ഇതങ്ങ് മാറിക്കോളും. നീ പോയിട്ട് വാ. അത് സാരല്ലമ്മേ, ചെറിയൊരു ഷോപ്പിങ്ങാ. അവക്ക് ചിലത് വാങ്ങണം. അത്ര അത്യാവശ്യമുള്ളതൊന്നുമല്ല. അത് നാളെ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. നീ പോയിട്ട് വാ മോനെ, എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല. പോവാമേ, കുറച്ച് കഴിയട്ടെ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? പുറത്തു പോകാൻ ഒരുങ്ങി ഇറങ്ങിയതല്ലേ നിങ്ങള്? അത്യാവശ്യം വാങ്ങേണ്ട സാധനങ്ങളൊന്നും അല്ലല്ലോ. നമുക്കേ അത് നാളെ വാങ്ങാം. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! ലോകത്തെങ്ങും ഇല്ലാത്തൊരു അമ്മയും മോനും. ഞാൻ നിങ്ങളുടെ ഭാര്യയാ. ഞാനൊരു ആവശ്യം പറഞ്ഞ അതിന് ഒരു പരിഗണനയില്ല. എപ്പോഴും അമ്മ അമ്മ അമ്മ. ഭാര്യ എന്നൊരാള് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതങ്ങനെ മോനെ ഇപ്പോഴും അടയ്ക്കാ പരുവത്തില് മടിയിൽ വെച്ചോണ്ടിരിക്കല്ലേ അമ്മ. ശാന്തിനി, അമ്മയ്ക്കൊരാളുടെ സഹായം കൂടിയേ തീരൂ. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. അതിന്റെ പേരിൽ ഇങ്ങനെ തോന്നിവാസങ്ങളൊന്നും വിളിച്ചു പറയരുത്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ അമ്മയെ സഹായിച്ചോണ്ട് ഇവിടെ കഴിഞ്ഞാ പോരായിരുന്നോ? എന്തിനാ എന്നെ കെട്ടിയെടുത്തത്? ശാന്തിനി, മോനെ, നീ ചെല്ലേ. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ അവളുടെ കൂടെ പോയിട്ട് വാ. അമ്മേ, അമ്മ മിണ്ടാതിരിക്കെ. ഇതത്ര അത്യാവശ്യ കാര്യമൊന്നുമല്ല. ദേ മനുഷ്യ, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ശാന്തിനി, ഞാനൊന്ന് പറയുന്നത് നീ കേക്ക്. നമുക്ക് നാളെ പോവാം. വേണമെങ്കിൽ നമുക്ക് ഹാഫ് ഡേ ലീവ് എടുത്ത് പോവാം. ഇന്നിനി എന്തായാലും പറ്റില്ല. അമ്മയ്ക്കൊരു ആശ്വാസം കിട്ടുന്നവരെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടും വരില്ല. നിങ്ങൾ അമ്മയ്ക്ക് ആവിയും പിടിച്ച് കാപ്പിയും കൊടുത്ത് ഇവിടെ തന്നെ ഇരുന്നോ. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. പിന്നെ ഒരു കാര്യം, മക്കള് സ്വയം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യുന്നില്ലെങ്കിൽ അമ്മമാരവരെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തണം. ഇവിടെ നേരെ തിരിച്ചാ. ഭാര്യയുടെ കാര്യം എങ്ങനെ വേണോ ആവട്ടെ, എന്റെ കാര്യം കുശാലാവണം. മകൻ എല്ലാം നോക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുറേ നാളായി ഞാനിത് സഹിക്കുന്നു. ഇനി വയ്യ. അച്ഛനെ വിളിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്.
എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകണം. അമ്മ വേണോ ഭാര്യ വേണോ എന്നുള്ള കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാവണം. ശാന്തിനി, മോനെ ഗോപു, ശാന്തിനി, ഭാര്യ ഉണ്ടാവുമ്പോ അമ്മയെ തരം താഴ്ത്തുന്ന സംസ്കാരം നമ്മുടേതല്ല. അതിനെന്നെ കിട്ടുകയില്ല. നീ അമ്മയുടെ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളിലും ഞാനിങ്ങനെ ഇടപെടേണ്ടി വരില്ലായിരുന്നു. അതില്ലല്ലോ. അമ്മയെ കാണുന്ന പോലും നിനക്ക് ചതുർത്ഥിയാ. ആ, നിങ്ങൾ ഇവിടെ അമ്മയെ ശുശ്രൂഷിച്ച് അമ്മയുടെ കാലും തടവി ഉത്തമ പുത്രനായി ഇവിടെ ഇരുന്നു. ഞാൻ പോവാം, ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് വരാം. എന്റെ മോനെ, വെറുതെ നീ എന്തിനാ കുടുംബകലഹത്തിന് വഴിവെക്കുന്നേ? നീ അവളുടെ കൂടെ ഒന്ന് പോയിട്ട് വന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല. അമ്മേ, ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അവളാണ് ഇങ്ങനെ വയ്യാതെ കിടന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോവോ? ഇനി ഞാൻ അങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോകാൻ ഒരുങ്ങിയെന്ന് കരുതുക. അപ്പോഴും അവളുടെ പ്രതികരണം ഇതേ മട്ടിൽ തന്നെ ആയിരിക്കും. ഭാര്യയോട് കരുതലില്ലാത്ത ഭർത്താവെന്ന് അപ്പോഴും അവള് പറയും. പണ്ട് അമ്മ തന്നെ പറയാറില്ലേ, കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാനാവില്ലെന്ന്. ഇതും അതുപോലെ തന്നെയാ. ഭാര്യയുടെ വാക്കുകൾ എല്ലാത്തിനെയും മുഖവിലക്കെടുത്ത് ജീവിക്കാനാവില്ലമ്മേ. ഞാനിപ്പോ ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാ. എനിക്കൊരു മോചനം ഉണ്ടാവണം. എന്റെ പേരില നിങ്ങൾ രണ്ടുപേരും രണ്ടു കോണിൽ നിന്ന് വഴക്കടിക്കുന്നത്. അത് അവസാനിപ്പിച്ച് നിങ്ങൾ ഒന്നായി പോകണമെങ്കിൽ എനിക്കൊരു മോചനം കിട്ടണം. ദേവി, നീ തന്നെ അതിന് പരിഹാരം കാണണം. അമ്മേ, അമ്മ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. അമ്മ ഇനിയും ഒരുപാട് കാലം എന്റെ കൂടെ ഉണ്ടാവും. കാണും. ശ്രീകലയുടെ ഫാമിലി സ്റ്റാറ്റസിലുള്ള ഒരു കുട്ടികളും ഇതിലില്ല. ശ്രീകല അന്ന് പറഞ്ഞല്ലോ അത് വേണ്ടാന്ന്. ഇതൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളാ. അത് മതി. ഞാൻ അന്നേ പറഞ്ഞില്ലേ, സന്ദീപിന്റെ ശീലങ്ങളോടും താല്പര്യങ്ങളോടും ഇണങ്ങിപ്പോകുന്ന ഒരു കുട്ടി. അത് മതി. ഈ കുട്ടി MBA കഴിഞ്ഞതാ. ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 22 വയസ്സ്. ആര് വന്നാലും നിങ്ങളുടെ ബിസിനസ് ഒക്കെ നോക്കി നടത്താനുള്ളതല്ലേ. MBA ഉള്ള കുട്ടി നല്ലതായിരിക്കും. ഈ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ? അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാ. വലിയ സമ്പന്നരൊന്നുമല്ല. ഒരു അനുജത്തിയുണ്ട്. ഇതിരിക്കട്ടെ, നമുക്ക് ഡീറ്റെയിൽസ് അന്വേഷിക്കാം. ഓക്കെ.